ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ സാധനം പിടിച്ചു വാങ്ങണ്ടല്ല. ഇറ്റ് ഷുഡ് കം ഫ്രം ആൾ. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം മിക്കാറും കേൾക്കുന്ന ഒരു കാര്യമാണ് എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു സാധനം. നമ്മൾ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് സീരിയസ്ലി അതൊരു പെയിൻഫുൾ ആവത്തേ ഉള്ളൂ. വന്നിട്ട് മാരീഡ് കപ്പിൾസിനാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഇറ്റ് ഇസ് ഫേസ്ഡ് ബൈ ഗേൾസ് മെജോറിറ്റി. വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ അവരവരുടെ വർക്ക് പ്രഷറും അവരുടെ ദേഷ്യങ്ങളും മൊത്തവും നമ്മുടെ അടുത്തായിരിക്കും തീർക്കുന്നത്. പറഞ്ഞു തീർക്കാം, നമുക്ക് നമ്മുടെ ഇമോഷൻസ് തീർക്കാൻ പറ്റുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണറിനാണെന്നുള്ളൊരു വിചാരമുണ്ട് എല്ലാവർക്കും. ശരിയാണ്, അത് നല്ലതാണ്, അറ്റ് പോയിന്റ് വരെ അത് നല്ലതാണ്. പക്ഷെ ആ ഇമോഷൻസ് മൊത്തം പറഞ്ഞു കേൾപ്പിച്ചിട്ട് ഈ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, ദാറ്റ് ഈസ് റിയലി നോട്ട് ഗുഡ്. ആ നേരത്ത് നിങ്ങൾ അവരെ വിളിച്ചിട്ട് സോറി ഡി, ഇതായിരുന്നു പ്രശ്നം, ഞാൻ നിന്നോട് അങ്ങനെ പറയാൻ പാടില്ല. ചിലപ്പോൾ അവരുടെ വിഷമങ്ങൾ മാറ്റിയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. അപ്പം നിങ്ങളും കൂടി ഇങ്ങനെ കാണിക്കും, ഒരു ബ്രേക്കപ്പിൻ്റെ അടുത്ത് പോകത്തേ ഉള്ളൂ. അല്ലെങ്കിൽ മെജോറിറ്റി ഡിവോഴ്സും അങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും. നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അപ്പം തന്നെ സമാധാനത്തിൽ തീർക്കാൻ ശ്രമിക്കാം. അപ്പം ഈ റിലേഷൻഷിപ്പ് നല്ലപോലെ പോകാൻ പറ്റും. നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ പാർട്ട്ണർ നിൽക്കണമെന്നൊക്കെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കുന്ന കാര്യങ്ങളല്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് നടക്കുന്ന കാര്യങ്ങളാണ് വെൻ യു ഹാവ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ബൈ.